ഇന്ന് പറയുന്നത് സ്റ്റോറിയല്ല, ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഡ്യൂക്ക് എന്ന പേരുള്ള ഈ ഡോഗ് ജീവിച്ചിരുന്നു. ഈ സ്റ്റോറിയിലെ മറ്റ് ക്യാരക്ടേഴ്സും അവരും ജീവിച്ചിരുന്നവർ തന്നെയാണ്. ഇംഗ്ലീഷ് സ്റ്റോറീസ് വായിക്കുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും മെയിൻ ബെനിഫിറ്റ് നമുക്ക് കുറേ വേർഡ്സും ഫ്രേസസും കറക്റ്റായി ഉപയോഗിക്കാൻ പഠിക്കാം എന്നതാണ്. ഓഫ് കോഴ്സ് നമുക്കൊരു ഡിക്ഷണറി ഉപയോഗിച്ച് കുറേ വേർഡ്സിന്റെ മീനിങ്സ് പഠിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ആ വേർഡ്സ് ഏത് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ച് നമുക്ക് വലിയൊരു വ്യക്തത ഉണ്ടായിരിക്കില്ല. നമ്മളൊരു കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് വേർഡ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഞാനിവിടെ പറയുന്ന ഈ സ്റ്റോറി അല്ല എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് ഞാൻ മലയാളത്തിൽ പറയും. നിങ്ങൾ അത് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഞാൻ ഇംഗ്ലീഷിൽ എഴുതുന്ന സെന്റൻസ് അതുപോലെ തന്നെ നിങ്ങൾ പറയണമെന്നില്ല. ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാൻ സാധിക്കും. അതിൽ ഒരു രീതി മാത്രമാണ് ഞാനിവിടെ എഴുതി കാണിക്കുന്നത്. പരുക്കൻ കളി ഇഷ്ടപ്പെടുന്ന ഒരു ഡോബർമാൻ ആയിരുന്നു ഡ്യൂക്ക്. പരിക്കൻ കളി എന്ന് പറയുമ്പോൾ റഫ് പ്ലേ. ഡ്യൂക്ക് ഈ ഡോഗിന്റെ പേരാണ്. ഡ്യൂക്ക് വാസ് എ ഡോബർമാൻ ഹൂ ലവ്ഡ് റഫ് പ്ലേ എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്യൂക്ക് വാസ് എ റഫ് പ്ലേയിങ് ഡോബർമാൻ എന്നും പറയാം. ഡ്യൂക്ക് വാസ് എ റഫ് പ്ലേയിങ് ഡോബർമാൻ, അതായത് പരുക്കനായി വളരെ എനർജറ്റിക് ആയി ഓടിച്ചാടി കളിച്ചിരുന്ന ഒരു ഡോബർമാൻ ആയിരുന്നു ഡ്യൂക്ക്. ഡ്യൂക്ക് വാസ് എ ഡോബർമാൻ ഹൂ ലവ്ഡ് റഫ് പ്ലേ. ഡോഗ്സിനെയും ക്യാറ്റ്സിനെയും എസ്പെഷ്യലി നമ്മൾ പെറ്റ്സായി വളർത്തുന്നവരെ കുറിച്ച് പറയുമ്പോൾ ഹൂ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അനിമൽസിനെ കുറിച്ച് പറയാൻ പൊതുവെ ഉപയോഗിക്കുന്നത് വിച്ചാണ്. പക്ഷെ നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന അനിമൽസിനെ കുറിച്ച് പറയാൻ നമുക്ക് എസ്പെഷ്യലി നമ്മൾ അവർക്കൊരു പേഴ്സണാലിറ്റി എല്ലാം വളരെയധികം അട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് പറയാൻ ഹൂ തന്നെ ഉപയോഗിക്കുക. ഡ്യൂക്ക് വാസ് എ ഡോബർമാൻ ഹൂ ലവ്ഡ് റഫ് പ്ലേ. റഫ് പ്ലേ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഡോബർമാൻ ആയിരുന്നു ഡ്യൂക്ക്. അവന് 4 വയസ്സും 23 കിലോ ഭാരവും ഉണ്ടായിരുന്നു. ഹി വാസ് 4 years old. 23 കിലോ ഭാരം ഉണ്ടായിരുന്നു. ആൻഡ് വെയ്ഡ് 23 kilos. ഒരാളെ എത്ര വെയിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും സിമ്പിൾ ടെൻസസ് തന്നെ യൂസ് ചെയ്യുക. അതായത് സിമ്പിൾ പ്രസന്റ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി യൂസ് ചെയ്യരുത്. വെയ് എന്ന വെർബ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മുടെ വെയിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കില്ല. നമ്മൾ എന്തെങ്കിലും തൂക്കി നോക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. ഐ എം വെയിങ് ദ ആപ്പിൾസ്. ഞാൻ ഈ ആപ്പിൾ ഒന്ന് തൂക്കി നോക്കുകയാണ്, എത്ര ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ 48 കിലോ ഉണ്ടെന്ന് പറയണമെങ്കിൽ ഐ വെയ് 48 kilos എന്നാണ് പറയുക. ഐ ആം വെയിങ് എന്ന് പറയരുത്. ഹി വാസ് 4 years old ആൻഡ് വെയ്ഡ് 23 kilos. അവൻ 23 കിലോ ഉണ്ടായിരുന്നു. അവന്റെ നിറം ചുവപ്പായിരുന്നു. ഡോഗ്സിന്റെയും ക്യാറ്റ്സിന്റെയും ഒക്കെ ആ ഒരു സ്കിന്നിന് നമ്മൾ പറയുന്ന വേർഡ് കോട്ടൺ ആണ്. അവന്റെ നിറം ചുവപ്പായിരുന്നു എന്ന് പറയുമ്പോൾ ഹിസ് കളർ വാസ് റെഡ് എന്നല്ല നമ്മൾ പൊതുവെ പറയുക. ഹിസ് കോട്ട് വാസ് റെഡ്. അവന് ചുവന്ന നിറത്തിലുണ്ടായിരുന്ന രോമമാണ് ഉണ്ടായിരുന്നത്. ഹിസ് കോട്ട് വാസ് റെഡ്. ആദ്യം അവനെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ഹൂപ്പർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം, അറ്റ് ഫസ്റ്റ്, ഹൂപ്പർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഹൂപ്പർ അവന്റെ മാസ്റ്ററുടെ പേരാണ്. ഹൂപ്പർ ഹാഡ് ഡൗട്ട്സ്. ഹൂപ്പർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനെ പറ്റി? അവനെ വാങ്ങിക്കുന്നതിനെ കുറിച്ച്. എബൌട്ട് ബൈയിങ് ഹിം. അറ്റ് ഫസ്റ്റ് ഹൂപ്പർ ഹാഡ് ഡൗട്ട്സ് എബൌട്ട് ബൈയിങ് ഹിം. അവനെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആദ്യം ഹൂപ്പർക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മളിവിടെ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാഡ് ഡൗട്ട്സ് എബൌട്ട് ബൈയിങ് ഹിം. അദ്ദേഹത്തിന്റെ ഭാര്യ മാർസി ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നില്ല. ഹൂപ്പറിന്റെ വൈഫിന് ഡോഗ്സിനെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ഡ്യൂക്കിനെ വാങ്ങിക്കുന്നതിന് ഹൂപ്പറിന് സംശയം ഉണ്ടായിരുന്നത്. ഹിസ് വൈഫ് മാർസി വാസ് നോട്ട് എ ഡോഗ് ലവിംഗ് പേഴ്സൺ, അല്ലെങ്കിൽ ഹിസ് വൈഫ് മാർസി ഡിഡിന്റ് ലൈക്ക് ഡോഗ്സ്. വാസ് നോട്ട് എ ഡോഗ് ലവിംഗ് പേഴ്സൺ എന്ന് പറയാം, എ ഡോഗ് ലവർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ഡിഡിന്റ് ലൈക്ക് ഡോഗ്സ് എന്നും പറയാം. അവർക്ക് ഡോഗ്സിനെ ഇഷ്ടമായിരുന്നില്ല. അവർ വെളുത്ത മുടിയുള്ള ഒരു ചെറിയ സ്ത്രീയായിരുന്നു. ഷി വാസ് എ ടൈനി ബ്ലോണ്ട്. ബ്ലോണ്ട് എന്ന നൗണിന് അർത്ഥം വൈറ്റ് സ്കിന്നുള്ള, ഗോൾഡൻ അല്ലെങ്കിൽ വൈറ്റ് ഹെയർ ഉള്ള സ്ത്രീ എന്നാണ്. നമ്മൾ മദാമ എന്ന് പറയുന്നവർ തന്നെ. ഷി വാസ് എ ടൈനി ബ്ലോണ്ട്. ടൈനി എന്ന് പറയുമ്പോൾ അധികം വലിപ്പമില്ലാത്ത സ്മോൾ ഫ്രെയിം ഉള്ള ഒരു സ്ത്രീ. ഷി വാസ് എ ടൈനി ബ്ലോണ്ട്. അവനെ വാങ്ങിക്കുന്നതിന് മുമ്പ് ഹൂപ്പർ പല പ്രാവശ്യം അവനെ സന്ദർശിച്ചിരുന്നു. ഹൂപ്പർ വിസിറ്റഡ് ഹിം. ഹാഡ് വിസിറ്റഡ് ഹിം എന്നും പറയാം. കാരണം അതാണ് ആദ്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ, പാസ്റ്റിലുള്ള 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിനെ ആദ്യം നടന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ പൊതുവെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. എല്ലായ്പ്പോഴും നിർബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ചും ബിഫോർ, ആഫ്റ്റർ ഈ കൺജങ്ഷൻസ് ആ സെന്റൻസിൽ ഉണ്ടെങ്കിൽ പിന്നെ പാസ്റ്റ് പെർഫെക്റ്റിന്റെ നിർബന്ധം അവിടെ ഇല്ല. കാരണം ആ കൺജങ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യം നടന്നത് ഏതാണ്, രണ്ടാമത് നടന്നത് ഏതാണ് എന്ന്. ഹൂപ്പർ വിസിറ്റഡ് ഹിം സെവറൽ ടൈംസ്. ഡോഗ്സിനെ എല്ലാം കീപ്പ് ചെയ്യുന്ന സ്ഥലം, അതിന് കെന്നൽ എന്നാണ് പറയുന്നത്. നമുക്കതിങ്ങനെ പറയാം.
Hooper visited him several times at his kennel before he decided to buy him. അവനെ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്. ഹൂപ്പർ ഹാഡ് വിസിറ്റഡ് ഹിം എന്ന് പറയാം. അതാണ് ഗ്രാമർ അനുസരിച്ച് കുറച്ചുകൂടി കറക്റ്റ്. പക്ഷെ നമ്മളിവിടെ ബിഫോർ ഉപയോഗിച്ച ഈ രണ്ട് സെന്റൻസസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് ക്ലോസിലും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മതി. ഹൂപ്പർ വിസിറ്റഡ് ഹിം സെവറൽ ടൈംസ് അറ്റ് ദ കെന്നൽ ബിഫോർ ഹി ഡിസൈഡഡ് ടു ബൈ ഹിം. വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്. അയാൾക്ക് ഡ്യൂക്കിനെ ഇഷ്ടമായിരുന്നു, കാരണം അവന് നിയന്ത്രിക്കാനാവാത്ത അത്രയും എനർജി ഉണ്ടായിരുന്നു. ആ ഡോഗിന് ഒരുപാട് എനർജി ഉണ്ടായിരുന്നു. നിയന്ത്രിക്കാനാവാത്ത എന്ന് പറയുമ്പോൾ അൺകൺട്രോളബിൾ. അയാൾക്ക് ഡ്യൂക്കിനെ ഇഷ്ടമായിരുന്നു. ഹി ലവ്ഡ് ഡ്യൂക്ക്. കാരണം ബിക്കോസ് ഹി വാസ് ഫുൾ ഓഫ് അൺകൺട്രോളബിൾ എനർജി, അല്ലെങ്കിൽ ഹി ഹാഡ് അൺകൺട്രോളബിൾ എനർജി. നിയന്ത്രിക്കാനാവാത്ത അത്രയും എനർജി അവനുണ്ടായിരുന്നു. ഹി വാസ് ഫുൾ ഓഫ് എനർജി. അതുകൊണ്ടാണ് ഹൂപ്പർക്ക് അവനെ ഇഷ്ടമായത്. അവനെ ഇഷ്ടപ്പെടാൻ മാർസിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഹൂപ്പറിന് പെട്ടെന്ന് അവനെ ഇഷ്ടമായി, പക്ഷെ മാർസിക്ക് ഡോഗ്സിനെ അത്ര ഇഷ്ടമില്ലാത്തത് കാരണം അവർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. നമ്മളൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം എടുത്തു എന്ന് പറയാൻ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന വെർബ് ടേക്ക് ആണ്. ആ സെന്റൻസ് നോർമലി നമ്മൾ ഇറ്റ് ഉപയോഗിച്ചാണ് തുടങ്ങുക. ഇറ്റ് ടുക്ക് മാർസി. മാർസിക്ക് വേണ്ടി വന്നു. എ ലോങ് ടൈം ടു ടേക്ക് ടു ഡ്യൂക്ക്. ഇറ്റ് ടുക്ക് മാർസി എ ലോങ് ടൈം ടു ടേക്ക് ടു ഡ്യൂക്ക്. ഇവിടെ നമ്മൾ ടേക്ക് ടു എന്നൊരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഫ്രേസൽ വെർബിന് പല മീനിങ്സ് ഉണ്ട്. ഇവിടെ അത് ഇഷ്ടപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി ടുക്ക് ടു ഫാമിംഗ് എന്ന് പറയുമ്പോൾ അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഐ ടുക്ക് ടു ഹിം എന്ന് പറയുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ്. ഇറ്റ് ടുക്ക് മാർസി എ ലോങ് ടൈം ടു ടേക്ക് ടു ഹിം. അവനെ ഇഷ്ടപ്പെടാൻ ഒരുപാട് സമയം എടുത്തു. ഈ ഫ്രേസൽ വെർബ് ഓർത്ത് വെക്കുക. ഇവിടെ അതിനെ ഇഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ഇത് നമുക്ക് മറ്റു രീതിയിലും പറയാം. ഇറ്റ് ടുക്ക് മാർസി എ ലോങ് ടൈം ടു സ്റ്റാർട്ട് ലൈക്കിംഗ് ഹിം. അവനെ ഇഷ്ടപ്പെടാൻ, ടു സ്റ്റാർട്ട് ലൈക്കിംഗ് ഹിം, ഒരുപാട് സമയം എടുത്തു. ഇറ്റ് ടുക്ക് മാർസി എന്നതിന് പകരം നമുക്ക് മാർസി ടുക്ക് എന്നും പറയാം. മാർസി ടുക്ക് എ ലോങ് ടൈം ടു സ്റ്റാർട്ട് ലൈക്കിംഗ് ഹിം. അവനെ ഇഷ്ടപ്പെടാൻ മാർസി ഒരുപാട് സമയം എടുത്തു. ഈ ഒരു കാര്യം പൊതുവെ നമ്മൾ ഇറ്റ് ഉപയോഗിച്ചാണ് പറയുക. ആ സബ്ജക്റ്റ് ആരാണോ ആ സമയം എടുക്കുന്നത് അതുപയോഗിച്ച് നമുക്ക് ആ സെന്റൻസ് തുടങ്ങാം. നമുക്ക് മാർസി ടുക്ക് എ ലോങ് ടൈം എന്നും പറയാം, അല്ലെങ്കിൽ ഇറ്റ് ടുക്ക് മാർസി എ ലോങ് ടൈം എന്നും പറയാം. ടേക്ക് ടു എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുക. ഒരു കെമിക്കൽ കമ്പനിയുടെ സോൺ സെയിൽസ് മാനേജർ ആയിരുന്നു ഹൂപ്പർ. ഹൂപ്പർ വാസ് ദ സോൺ സെയിൽസ് മാനേജർ ഫോർ എ കെമിക്കൽ കമ്പനി, അല്ലെങ്കിൽ ഓഫ് എ കെമിക്കൽ കമ്പനി. ഹൂപ്പർ വാസ് ദ സോൺ സെയിൽസ് മാനേജർ ഫോർ എ കെമിക്കൽ കമ്പനി. അയാൾ വളരെയധികം വിജയിച്ച വ്യക്തിയായിരുന്നു. ഹി വാസ് എ ഹൈലി സക്സസ്ഫുൾ മാൻ. ഹി വാസ് എ ഹൈലി സക്സസ്ഫുൾ മാൻ ആയിരുന്നു. പാസ്റ്റ് ടെൻസിലാണ്. കഴിഞ്ഞ ഇൻസിഡൻസ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസസ് എല്ലാം പാസ്റ്റ് ടെൻസിലാണ്. ഹി വാസ് എ ഹൈലി സക്സസ്ഫുൾ മാൻ. അയാൾക്ക് എല്ലാം അനുകൂലമായിരുന്നു. അതായത് അയാളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് ഫേവറബിൾ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. എവറിത്തിങ് വാസ് ഗോയിങ് ഫോർ ഹിം. ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. എവറിത്തിങ് വാസ് ഗോയിങ് ഫോർ ഹിം, അല്ലെങ്കിൽ ഹി ഹാഡ് എവറിത്തിങ് ഗോയിങ് ഫോർ ഹിം. ഹി ഹാഡ് അയാൾക്കുണ്ടായിരുന്നു. എല്ലാം അയാൾക്ക് ഫേവറബിൾ ആയിട്ട്, അയാൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട്. ഹി ഹാഡ് എവറിത്തിങ് ഗോയിങ് ഫോർ ഹിം. എല്ലാം അയാൾക്ക് അനുകൂലമായിരുന്നു. ഒരു വൈകുന്നേരം വീട്ടിലേക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ നിർഭാഗ്യവശാൽ അയാളുടെ കാറിനെ സ്പീഡിൽ വന്ന മറ്റൊരു കാർ ഇടിച്ചു. വെൻ ഹി വാസ് ഡ്രൈവിംഗ് ഹോം വൺ ഈവനിങ്. വീട്ടിലേക്ക് ഒരു വൈകുന്നേരം കാർ ഓടിച്ചു പോകുമ്പോൾ. ഹി വാസ് ഡ്രൈവിംഗ് ഹോം. വീട്ടിലേക്ക് കാർ ഓടിച്ചു പോവുകയായിരുന്നു. ഹോമിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കില്ല. ഹി വാസ് ഡ്രൈവിംഗ് ഹോം എന്നാണ് പറയുന്നത്, ഡ്രൈവിംഗ് ടു ഹോം എന്നല്ല. വെൻ ഹി വാസ് ഡ്രൈവിംഗ് ഹോം വൺ ഈവനിങ്, അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ഹിസ് കാർ വാസ് ഹിറ്റ് ബൈ അനദർ സ്പീഡിംഗ് കാർ. സ്പീഡിൽ വന്ന മറ്റൊരു കാറ് ഇയാളുടെ കാറിനെ ഇടിച്ചു. ഹൂപ്പറിന് സാരമായി പരിക്ക് പറ്റുകയും അയാളുടെ ഇടതുവശം പൂർണ്ണമായും തളരുകയും ചെയ്തു. ഹൂപ്പർ സഫേർഡ് സീരിയസ് ഇഞ്ചുറീസ്. ഹൂപ്പറിന് സാരമായ പരിക്ക് പറ്റി. ഹൂപ്പർ സഫേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് എന്ന് പറയാം. ഹൂപ്പർ സസ്റ്റെയിൻഡ് സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഹിസ് ലെഫ്റ്റ് സൈഡ് വാസ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. തളർന്നു പോയി എന്ന് പറയുമ്പോൾ പാരലൈസ്ഡ് ആയി. ഹൂപ്പർ സഫേർഡ് സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഹിസ് ലെഫ്റ്റ് സൈഡ് വാസ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്. പൂർണ്ണമായും അയാളുടെ ഇടതുവശം തളർന്നുപോയി. അയാളുടെ മാനേജർമാരിൽ ഒരാൾ, വൺ ഓഫ് ഹിസ് മാനേജേഴ്സ്, മാർസിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ടുക്ക് മാർസി ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയാം, അല്ലെങ്കിൽ കാറിൽ കൊണ്ടുവന്നു എന്ന അർത്ഥത്തിലാവുമ്പോൾ ഡ്രോവ് മാർസി ടു ദ ഹോസ്പിറ്റൽ എന്നും പറയാം. വൺ ഓഫ് ഹിസ് മാനേജേഴ്സ് ഡ്രോവ് മാർസി ടു ദ ഹോസ്പിറ്റൽ.
ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക്. മാർസി ഇവിടെ വിസിറ്റർ ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ദ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. വൺ ഓഫ് ഹിസ് മാനേജേഴ്സ് ഡ്രോവ് മാർസി ടു ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ടുക്ക് മാർസി ടു ദ ഹോസ്പിറ്റൽ. ഹൂപ്പറിന് നടക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു. ഹൂപ്പർ കുഡിൻ വാക്ക് ഓർ ടോക്ക്, നടക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു. അയാൾക്ക് ശ്വസിക്കാനും കാണാനും മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. ഹി കുഡ് ഓൺലി ബ്രീത്ത് ആൻഡ് സീ. ഹൂപ്പർ കുഡിൻ വാക്ക് ഓർ ടോക്ക്, നടക്കാനോ സംസാരിക്കാനോ കഴിയില്ലായിരുന്നു എന്ന് പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും കുഡിൻറ്റ് ഉപയോഗിക്കാം. ഇവിടെ വാസ് നോട്ട് ഏബിൾ ടു നമുക്ക് ഉപയോഗിക്കാം. ഹൂപ്പർ വാസ് നോട്ട് ഏബിൾ ടു വാക്ക് ഓർ ടോക്ക്. ഹി കുഡ് ഓൺലി ബ്രീത്ത് ആൻഡ് സീ. മാർസി വീട്ടിലേക്ക് ഫോൺ ചെയ്തു. മാർസി ഫോൺഡ് ഹോം. ഡ്യൂക്കിനെ അവന്റെ കൂട്ടിലാക്കാൻ ആവശ്യപ്പെട്ടു. ആൻഡ് ആസ്ക്ഡ്, ഒരു നെയ്ബറോടാണ് അത് ആവശ്യപ്പെടുന്നത്, ഞാനത് ഇവിടെ എഴുതാൻ വിട്ടുപോയി. Marcy phoned home and asked a neighbor to put Duke in his kennel. Marcy phoned home and asked a neighbor to put Duke in his kennel. ഡോഗ്സിന്റെ കൂടാണ് കെന്നൽ. അവരെ താമസിപ്പിക്കുന്ന ആ സ്ഥലത്തിനും കെന്നൽ എന്ന് തന്നെയാണ് പറയുന്നത്. മാർസി ഫോൺഡ് ഹോം and asked a neighbor to put Duke in the kennel. പുട്ട് എന്ന വെർബിന് പല അർത്ഥങ്ങളുണ്ട്. വെക്കുക എന്നൊരർത്ഥമുണ്ട്. ഐ പുട്ട് ദ ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ടേബിളിൽ പുസ്തകം വെച്ചു. പുട്ട് ഡ്യൂക്ക് ഇൻ ഹിസ് കെന്നൽ എന്ന് പറയുമ്പോൾ ഡ്യൂക്കിനെ അവന്റെ കൂട്ടിലേക്ക് ആക്കുക എന്നാണ് അർത്ഥം. ഹൂപ്പറുടെ സ്ഥിതി ഒരു മാസം ഗുരുതരമായി തന്നെ തുടർന്നു. ഹൂപ്പറുടെ സ്ഥിതി, ഹൂപ്പേഴ്സ് കണ്ടീഷൻ, ഗുരുതരമായി തന്നെ തുടർന്നു. ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് റിമൈൻഡ്. ഹൂപ്പേഴ്സ് കണ്ടീഷൻ റിമൈൻഡ്, ഗുരുതരം, ക്രിട്ടിക്കൽ for a month. Hooper's condition remained critical for a month. Hooper remained in a critical condition for a month എന്നും പറയാം. Hooper's condition remained critical for a month. അയാളുടെ എംപ്ലോയർ അയാളോട് ഒരു വർഷം അവധിയെടുക്കാൻ ആവശ്യപ്പെട്ടു. His employer asked him to take a year off. ഒരു വർഷം അവധി എന്ന് പറയുമ്പോൾ take a year off. His employer asked him to take a year off. ഒരു വർഷം അവധിയെടുക്കാൻ അയാളുടെ എംപ്ലോയർ അയാളോട് ആവശ്യപ്പെട്ടു. ഒരാഴ്ചയാണെങ്കിൽ ടേക്ക് എ വീക്ക് ഓഫ്, ഒരു വർഷം ആവുമ്പോൾ ടേക്ക് എ ഇയർ ഓഫ് അയാളുടെ എംപ്ലോയർ അയാളോട് ആവശ്യപ്പെട്ടു. ആക്സിഡന്റ് കഴിഞ്ഞ് ഏതാണ്ട് 6 ആഴ്ചയായപ്പോൾ ഹോസ്പിറ്റൽ അയാളെ ഒരു വീൽ ചെയറിലേക്ക് മാറ്റി. ദ ഹോസ്പിറ്റൽ പുട്ട് ഹിം ഇൻ എ വീൽ ചെയർ, ഒരു വീൽ ചെയറിലേക്ക് അയാളെ ഇരുത്തി. ദ ഹോസ്പിറ്റൽ പുട്ട് ഹിം ഇൻ എ വീൽ ചെയർ എബൌട്ട് 6 weeks ആഫ്റ്റർ ദ ആക്സിഡന്റ്. ദ ഹോസ്പിറ്റൽ പുട്ട് ഹിം ഇൻ എ വീൽ ചെയർ എബൌട്ട് 6 weeks, ഏകദേശം 6 ആഴ്ച എന്ന് പറയുമ്പോൾ എബൌട്ട് 6 weeks, ആക്സിഡന്റിന് ശേഷം, ആഫ്റ്റർ ദ ആക്സിഡന്റ്. അയാൾക്ക് എന്നും ഫിസിയോതെറാപ്പി ലഭിച്ചിരുന്നു. ഹി റിസീവ്ഡ് ഫിസിയോതെറാപ്പി എവരിഡേ, പക്ഷെ അയാൾ വലിയ പുരോഗതി ഉണ്ടാക്കിയില്ല. ബട്ട് ഹി ഡിഡിന്റ് മേക്ക് മച്ച് പ്രോഗ്രസ്. ഹി റിസീവ്ഡ് ഫിസിയോതെറാപ്പി എവരിഡേ ബട്ട് ഹി ഡിഡിന്റ് മേക്ക് മച്ച് പ്രോഗ്രസ്. പ്രോഗ്രസ് അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കൂടെ മച്ച് ഉപയോഗിക്കുന്നത്. മെനി പ്രോഗ്രസസ് എന്നൊന്നും പറയരുത്. ബട്ട് ഹിസ് ഹെൽത്ത് ഡിഡിന്റ് ഇംപ്രൂവ് മച്ച് എന്നും നമുക്ക് പറയാം. ഹിസ് ഹെൽത്ത് ഡിഡിന്റ് ഇംപ്രൂവ് മച്ച്, അയാളുടെ ആരോഗ്യം വലിയ രീതിയിൽ ഇംപ്രൂവ് ചെയ്തില്ല. ഇത് ആ കാര്യം തന്നെ മറ്റൊരു രീതിയിലാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഹി ഡിഡിന്റ് മേക്ക് മച്ച് പ്രോഗ്രസ്, അയാൾ വലിയ പുരോഗതിയൊന്നും നേടിയില്ല, ഉണ്ടാക്കിയില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അയാളെ ഡിസ്ചാർജ് ചെയ്തു. അയാൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ഹി വാസ് ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. ദ ഹോസ്പിറ്റൽ ഡിസ്ചാർജ്ഡ് ഹിം ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, അല്ലെങ്കിൽ ഹി വാസ് ഡിസ്ചാർജ്ഡ്, പാസീവ് വെർബാണ് ഉപയോഗിക്കുന്നത്. അയാളെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അയാളൊന്നും ചെയ്യുന്നില്ല. ഹി വാസ് ഡിസ്ചാർജ്ഡ് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. വീട്ടിൽ ഹൂപ്പർ കടുത്ത ഏകാന്തത തന്നെ അനുഭവിച്ചു. മലയാളത്തിൽ എഴുതിയതിൽ ചെറിയ തെറ്റുണ്ട്. വീട്ടിൽ ഹൂപ്പർ കടുത്ത ഏകാന്തത അനുഭവിച്ചു. അറ്റ് ഹോം, വീട്ടിൽ. ഹൂപ്പർ ഫേസ്ഡ്, കടുത്ത ഏകാന്തത എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലോൺലിനെസ്. കാരണം മാർസിക്ക് ജോലിക്ക് പോകണമായിരുന്നു. ബിക്കോസ് മാർസി ഹാഡ് ടു ഗോ ടു വർക്ക്. അറ്റ് ഹോം ഹൂപ്പർ ഫേസ്ഡ് എക്സ്ട്രീം ലോൺലിനെസ് ബിക്കോസ് മാർസി ഹാഡ് ടു ഗോ ടു വർക്ക്. പോവണമായിരുന്നു, ഹാഡ് ടു. അറ്റ് ഹോം ഹൂപ്പർ ഫേസ്ഡ് എക്സ്ട്രീം ലോൺലിനെസ് ബിക്കോസ് മാർസി ഹാഡ് ടു ഗോ ടു വർക്ക്. മലയാളത്തിൽ എഴുതിയതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. മാർസി ഹാഡ് ടു ഗോ ടു വർക്ക്, മാർസിക്ക് ജോലിക്ക് പോവണമായിരുന്നു. ഡ്യൂക്ക് അപ്പോഴും അവന്റെ കൂട്ടിൽ തന്നെയായിരുന്നു. അപ്പോഴും, സ്റ്റിൽ. ഡ്യൂക്ക് വാസ് സ്റ്റിൽ ഇൻ ഹിസ് കെന്നൽ. ഡ്യൂക്ക് വാസ് സ്റ്റിൽ ഇൻ ഹിസ് കെന്നൽ, അവൻ അപ്പോഴും അവന്റെ കൂട്ടിൽ തന്നെയായിരുന്നു. അവസാനം, അറ്റ് ലാസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫൈനലി എന്ന് പറയാം. ഫൈനലി അവർ അവനെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ തീരുമാനിച്ചു, പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഫൈനലി അവർ തീരുമാനിച്ചു. ദേ ഡിസൈഡഡ്, അവനെ പുറത്തേക്ക് എടുക്കാൻ. ടു ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ കെന്നൽ. ഫൈനലി
ദേ ഡിസൈഡഡ് ടു ഗെറ്റ് ഡ്യൂക്ക് അല്ലെങ്കിൽ ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ദ കെന്നൽ. കെന്നലിനെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഡ്യൂക്ക് തന്നെ സമീപിക്കുമ്പോൾ താൻ എഴുന്നേറ്റ് നിൽക്കുകയായിരിക്കണം എന്ന് ഹൂപ്പർ ആഗ്രഹിച്ചു. ഹൂപ്പർ വീൽ ചെയറിലാണ്. പക്ഷെ ഡ്യൂക്ക് അയാളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അയാൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരിക്കണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം. അയാൾ ഇരിക്കുന്നതല്ല ഡ്യൂക്ക് കാണേണ്ടത് എന്ന് അയാൾ ആഗ്രഹിച്ചു. ഡ്യൂക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നല്ല, ഡ്യൂക്ക് വരുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നിൽക്കണം. അതാണ് നമുക്ക് പറയേണ്ടത്. ഹൂപ്പർ വാണ്ടഡ് ടു ബി സ്റ്റാൻഡിങ്. ഹൂപ്പർ വാണ്ടഡ് ടു സ്റ്റാൻഡ് അപ്പ് അല്ല, ഹൂപ്പർ വാണ്ടഡ് ടു ബി സ്റ്റാൻഡിങ് വെൻ ഡ്യൂക്ക് അപ്രോച്ച്ഡ് ഹിം. ഹൂപ്പർ വാണ്ടഡ് ടു ബി സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ഡ്യൂക്ക് വരുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് നിൽക്കണം എന്ന ആഗ്രഹമായിരുന്നു അയാൾക്ക്. ഹൂപ്പർ വാണ്ടഡ് ടു ബി സ്റ്റാൻഡിങ് വെൻ ഡ്യൂക്ക് അപ്രോച്ച്ഡ് ഹിം. അതുകൊണ്ട് അവർ അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അയാൾ എഴുന്നേറ്റു എന്നെങ്ങനെ പറയാം? ഹി സ്റ്റുഡ് അപ്പ്. ഇവിടെ ഹൂപ്പറിന് അത് സാധിക്കില്ല. മറ്റുള്ളവരുടെ സഹായം വേണം. അയാളെ മറ്റുള്ളവർ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെ പറയാം? സോ ദേ സ്റ്റുഡ് ഹിം അപ്പ് അല്ലെങ്കിൽ സോ ദേ ഹെൽപ്ഡ് ഹിം ടു സ്റ്റാൻഡ് അപ്പ്. എഴുന്നേൽക്കാൻ സഹായിച്ചു. ദേ സ്റ്റുഡ് ഹിം അപ്പ്. സ്റ്റാൻഡ്, സിറ്റ് ഈ വേർബ്സ് എല്ലാം എങ്ങനെ ഉപയോഗിക്കാം? കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നു എന്ന് പറയണമെന്ന് കരുതാം. നമ്മൾ പറയാം ദ ബേബി സാറ്റ് ഓൺ ഹിസ് മദേഴ്സ് ലാപ്പ് എന്നാണ്. അമ്മ കുട്ടിയെ മടിയിലിരുത്തി എന്ന് പറയുമ്പോഴോ ദ മദർ സാറ്റ് ദ ബേബി ഓൺ ഹെർ ലാപ്പ് എന്ന് പറയും. ദ ബേബി സാറ്റ് ഓൺ ഹിസ് മദേഴ്സ് ലാപ്പ്. ദ മദർ സാറ്റ് ദ ബേബി ഓൺ ഹെർ ലാപ്പ്. സാറ്റ് ദ ബേബി എന്ന് പറയുമ്പോൾ ഇരുത്തി, കുഞ്ഞിനെ ഇരുത്തി എന്നർത്ഥം. ദേ സ്റ്റുഡ് ഹിം അപ്പ് എന്ന് പറയുമ്പോൾ അവർ അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. ഹി സ്റ്റുഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് നിന്നു. ദേ സ്റ്റുഡ് ഹിം അപ്പ് എന്ന് പറയുമ്പോൾ അവർ അയാളെ എഴുന്നേൽപ്പിച്ചു നിർത്തി. കൂടിന്റെ വാതിൽ തുറന്നതും വലിയ സന്തോഷത്തിൽ ഡ്യൂക്ക് പുറത്തേക്ക് ചാടി. വെൻ ദേ ഓപ്പൺ ദ ഡോർ ഓഫ് ദ കെന്നൽ അല്ലെങ്കിൽ വെൻ ദ ഡോർ ഓഫ് ദ കെന്നൽ വാസ് ഓപ്പൺഡ് ഡ്യൂക്ക് ജംപ്ഡ് ഔട്ട് ഇൻ ഷീർ ജോയ്. നല്ല സന്തോഷത്തില്. വെൻ ദേ ഓപ്പൺ ദ ഡോർ ഓഫ് ദ കെന്നൽ, കൂടിന്റെ വാതിൽ തുറന്നതും അവര് തുറന്നതും. ദേ ഓപ്പൺ എന്ന് പറയുമ്പോൾ അവര് തുറന്നതും, ആ വീട്ടിലുള്ള മറ്റാളുകൾ ആരോ അവര് തുറന്നതും. ദ ഡോഗ് ജംപ്ഡ് ഔട്ട്. എപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ 3 അടി അകലെ നിന്നും അവൻ ഹൂപ്പറുടെ ദേഹത്തേക്ക് ചാടി. ഡോഗ്സ് ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പലപ്പോഴും നമ്മുടെ മേല് കയറിയും നമ്മുടെ മേലേക്ക് ചാടിയുമായിരിക്കും. ഡ്യൂക്കും അങ്ങനെ ചെയ്യുന്ന ഒരു ഡോഗായിരുന്നു. അപ്പൊ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവൻ 3 അടി ദൂരെ നിന്നും ഹൂപ്പറുടെ മേലേക്ക് ചാടി. ചാടി എന്നതിന് നമുക്ക് ജംപ്ഡ് എന്ന വെർബ് ഉപയോഗിക്കാം, പൗൺസ്ഡ് എന്ന വെർബ് ഉപയോഗിക്കാം. പൗൺസ് ആക്ച്വലി സിംഹവും കടുവയൊക്കെ അവരുടെ ഇരയുടെ മേലേക്ക് ചാടുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വെർബാണ്. ഇവിടെ ആക്രമണം ഒന്നും ഉദ്ദേശിക്കുന്നില്ല, എന്നാലും നമുക്ക് ആ വെർബ് യൂസ് ചെയ്യാവുന്നതാണ്. ഹി പൗൺസ്ഡ് ഓൺ ഹൂപ്പർ ഫ്രം 3 feet away as he always did. ഹി പൗൺസ്ഡ് ഓൺ ഹൂപ്പർ അല്ലെങ്കിൽ ഹി ജംപ്ഡ് ഓൺ ഹൂപ്പർ ഫ്രം 3 feet away 3 അടി ദൂരെ നിന്ന്. ആസ് ഹി ഓൾവേസ് ഡിഡ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ആസ് ഹി ഓൾവേസ് ഡിഡ് എന്ന് പറയുമ്പോൾ അവൻ എപ്പോഴും അതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലെ. ഹി പൗൺസ്ഡ് ഓൺ ഹൂപ്പർ ഫ്രം 3 feet away ആസ് ഹി ഓൾവേസ് ഡിഡ് എന്നും ചെയ്തിട്ടുള്ളതുപോലെ ഹൂപ്പറുടെ മേലെ ഒരു 3 അടി അകലത്തിൽ നിന്നും അവൻ ചാടി. തന്റെ ബാലൻസ് നിലനിർത്താൻ ഹൂപ്പർ ഒരുപാട് വിഷമിച്ചു. ഹൂപ്പർ ഹാഡ് ടു സ്ട്രഗിൾ ടു കീപ് ഹിസ് ബാലൻസ്. ഹൂപ്പർക്ക് വിഷമിക്കേണ്ടി വന്നു. ഹൂപ്പർ ഹാഡ് ടു സ്ട്രഗിൾ ടു കീപ് ഹിസ് ബാലൻസ്. വീണു പോവാതിരിക്കാൻ ഹൂപ്പർക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വന്നു. 23 കിലോ ഭാരമുള്ള ഒരു ഡോഗാണ് ഹൂപ്പറുടെ മേലേക്ക് ചാടുന്നത്. അയാൾക്ക് തനിച്ചു നിൽക്കാൻ വിഷമവുമാണ്. ആ നിമിഷം ഡ്യൂക്കിന് എല്ലാം മനസ്സിലായി. ഡ്യൂക്ക് ഇൻസ്റ്റന്റ്ലി ന്യൂ എവരിതിങ്. ദ ഡോഗ് ഇൻസ്റ്റന്റ്ലി ന്യൂ എവരിതിങ്. അവന് ഹൂപ്പർ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടതിൽ നിന്ന് തന്നെ അയാളുടെ അവസ്ഥയെല്ലാം അവന് മനസ്സിലായി. ദ ഡോഗ് ഇൻസ്റ്റന്റ്ലി ന്യൂ. അവനെല്ലാം അപ്പോൾ തന്നെ മനസ്സിലായി. അവൻ പിന്നീട് ഒരിക്കലും ഹൂപ്പറുടെ മേലേക്ക് ചാടിയില്ല. ഹി നെവർ ജംപ്ഡ് ഓൺ ഹൂപ്പർ എഗെയിൻ. പിന്നീട് ഒരിക്കലും. ഹി നെവർ ജംപ്ഡ് ഓൺ ഹൂപ്പർ എഗെയിൻ. ആ നിമിഷം മുതൽ, ഫ്രം ദാറ്റ് മൊമെന്റ്, 24 മണിക്കൂറും അവൻ ഹൂപ്പറുടെ ബെഡിന് സമീപം തന്നെ ഉണ്ടാവും. ഹി വുഡ് സിറ്റ് നിയർ ഹൂപ്പേഴ്സ് ബെഡ്. 24 മണിക്കൂറും എന്നതിന് നമുക്ക് റൗണ്ട് ദ ക്ലോക്ക് എന്ന് പറയാം. ഫ്രം ദാറ്റ് മൊമെന്റ് ഹി വുഡ് സിറ്റ് നിയർ ഹൂപ്പേഴ്സ് ബെഡ് റൗണ്ട് ദ ക്ലോക്ക്. ദിവസം മുഴുവൻ. ഫ്രം ദാറ്റ് മൊമെന്റ് ആ നിമിഷം മുതൽ. ഹി വുഡ് സിറ്റ്. ഇവിടെ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റിലെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മീനിങ്ങിൽ യൂസ് ടു ഉപയോഗിക്കാം. ഫ്രം ദാറ്റ് മൊമെന്റ് ഹി യൂസ് ടു സിറ്റ് എന്നും പറയാം. ഇവിടെ കുറച്ചുകൂടി നല്ലത് വുഡാണ്. മണിക്കൂറുകളോളം അവർ പരസ്പരം നോക്കും. ഇതെല്ലാം പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്. നോക്കും എന്ന് കണ്ടതുകൊണ്ട് ഇവിടെ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കരുത്. പാസ്റ്റിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു. They would stare at each other for hours. They would stare at each other for hours. The two, അവർ രണ്ടുപേരും would stare at each other. പരസ്പരം എന്ന് പറയുമ്പോൾ each other.
ദ ടു വുഡ് സ്റ്റെയർ അറ്റ് ഈച്ച് അതർ ഫോർ അവേഴ്സ്. മണിക്കൂറുകളോളം പരസ്പരം നോക്കും. അവരിൽ ഒരാൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. വൺ ഓഫ് ദം കുഡിൻ വോക്ക്. അവരിൽ ഒരാൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നു. അവരിൽ ഒരാളെ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദം കുഡിൻ വോക്ക്. മറ്റേയാൾക്ക് സംസാരിക്കാനും കഴിയില്ലായിരുന്നു. ദ അതർ കുഡിൻ ടോക്ക്. വൺ ഓഫ് ദം കുഡിൻ വോക്ക് ആൻഡ് ദ അതർ കുഡിൻ ടോക്ക്. മറ്റേയാൾക്ക് സംസാരിക്കാനും കഴിയില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്യൂക്കിന് ഇത് തുടരാൻ കഴിയാതെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇത് കഴിഞ്ഞപ്പോൾ ഡ്യൂക്കിന് ഇത് മടുത്തു, ബോറടിച്ചു. ആഫ്റ്റർ എ വൈൽ ഡ്യൂക്ക് കുഡിൻ ടേക്ക് ഇറ്റ് എനിമോർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതും ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ഐ കനോട്ട് ടേക്ക് ഇറ്റ് എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇനിയും ഇത് സഹിക്കാനാവില്ല എന്നാണ്. ആ സിറ്റുവേഷൻ എന്താണ് എന്ന് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഐ കനോട്ട് ടേക്ക് ഇറ്റ് എനി ലോങ്ങർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എനി മോർ എന്ന് പറയുമ്പോൾ ഇനി ഇത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല, എനിക്ക് സാധിക്കില്ല, അതെല്ലാമാണ് അതിനർത്ഥം. ആഫ്റ്റർ എ വൈൽ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, ഡ്യൂക്ക് കുഡിൻ ടേക്ക് ഇറ്റ് എനി മോർ. ഈ ഒരു സ്ഥിതി അത് തുടരുന്നതിൽ ഡ്യൂക്കിന് സമ്മതിക്കാൻ കഴിയാതെയായി. ഡ്യൂക്കിന് അത് മടുത്തു. ഡ്യൂക്ക് കുഡിൻ ടേക്ക് ഇറ്റ് എനി മോർ. അവൻ പലപ്പോഴും ചാടി എഴുന്നേൽക്കും. ഹി വുഡ് ഓഫൺ ജംപ് ടു ഹിസ് ഫീറ്റ്. ഹി വുഡ് ഓഫൺ ജംപ് അപ്പ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം. ഹി വുഡ് ഓഫൺ ജംപ് ടു ഹിസ് ഫീറ്റ്. ഇവിടെ എല്ലാം നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. ഇത് മലയാളത്തിൽ എഴുതിയത് വായിക്കുമ്പോൾ ഒരുപക്ഷെ സിമ്പിൾ ഫ്യൂച്ചർ ആണെന്ന് തോന്നും. അങ്ങനെയല്ല, പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയി നടന്നിരുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിൽ കണ്ടിന്യൂസ് ആയി നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യം പറയാൻ നമ്മൾ വുഡാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ യൂസ് ടു ഉപയോഗിക്കുക. ഹി വുഡ് ഓഫൺ ജംപ് ടു ഹിസ് ഫീറ്റ്. എന്നിട്ട് അവന്റെ അക്ഷമ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കും. ആൻഡ് മേക്ക് സൗണ്ട്സ് ദാറ്റ് ഷോഡ് ഹിസ്. അക്ഷമ എന്താ? ഇംപേഷ്യൻസ്. ഹി വുഡ് ഓഫൺ ജംപ് ടു ഹിസ് ഫീറ്റ് ആൻഡ് മേക്ക് സൗണ്ട്സ്. ശബ്ദങ്ങൾ ഉണ്ടാക്കും. ദാറ്റ് ഷോഡ് ഹിസ് ഇംപേഷ്യൻസ്. അവന്റെ അക്ഷമ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ. സൗണ്ട്സ് ദാറ്റ് ഷോഡ് ഹിസ് ഇംപേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവന്റെ അക്ഷമ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ എന്നർത്ഥം. അവന് അവന്റെ മാസ്റ്ററുടെ കൂടെ പുറത്തു പോകണമായിരുന്നു. ഹി വാണ്ടഡ് ടു ഗോ ഔട്ട് വിത്ത് ഹിസ് മാസ്റ്റർ. ചെയ്യണമായിരുന്നു. ഹി വാണ്ടഡ് ടു ഗോ ഔട്ട് വിത്ത് ഹിസ് മാസ്റ്റർ. അതവന് ആ ഒരു ആഗ്രഹം അവനുണ്ടായിരുന്നു. ഹി വാണ്ടഡ് ടു ഗോ ഔട്ട്. ഹി ഹാഡ് ടു ഗോ ഔട്ട് എന്ന് പറയുമ്പോൾ പോവേണ്ടി വന്നു എന്നാണ്. ഹി വാണ്ടഡ് ടു ഗോ ഔട്ട് എന്ന് പറയുമ്പോൾ പോവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ്. അവനിങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഹൂപ്പർ പറയും, ലൈ ഡൗൺ ഡ്യൂക്ക്. ഹൂപ്പർ വുഡ് സേ. ഹൂപ്പർ പറയും. ദ ഡോഗ് വുഡിൻ ലിസൺ. പക്ഷെ ഡ്യൂക്ക് അത് ശ്രദ്ധിക്കില്ല, അത് അനുസരിക്കില്ല. ദ ഡോഗ് വുഡിൻ ലിസൺ അല്ലെങ്കിൽ വുഡിൻ ഒബേ. അവൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല. അവൻ ഹൂപ്പറുടെ കിടക്കയ്ക്ക് സമീപം വന്ന് അയാളെ എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിക്കും. ഹി വുഡ് ഗോ നിയർ ഹൂപ്പേഴ്സ് ബെഡ് അല്ലെങ്കിൽ ഹി വുഡ് കം ഓവർ ടു ഹൂപ്പേഴ്സ് ബെഡ്. ഗോ നിയർ എന്ന് പറയാം, അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ കം ഓവർ എന്നും പറയാം. He would go near Hooper's bed and encourage his master to get up. ഒരു ദിവസം ഹൂപ്പർ അവന്റെ ലീഷ് അവന്റെ കോളറിൽ കൊളുത്തി. ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോഗ്സിനെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവരെ പിടിക്കാനായി ഉപയോഗിക്കുന്ന ആ ചെയിനോ റോപ്പോ, അതാണ് ലീഷ്. ഒരു ദിവസം, വൺ ഡേ, ഹൂപ്പർ കൊളുത്തി, ഹുക്ക്ഡ് ഹിസ് ലീഷ് ഓൺ ടു ഹിസ് കോളർ. വൺ ഡേ ഹൂപ്പർ ഹുക്ക്ഡ് ഹിസ് ലീഷ് ഓൺ ടു ഹിസ് കോളർ. അവന്റെ കോളറിലേക്ക് കൊളുത്തി. അവർ നടക്കാൻ പോവുകയാണെന്ന് ഡ്യൂക്ക് കരുതി. ഡ്യൂക്ക് തോട്ട് ദാറ്റ് ദേ വർ ഗോയിങ് ഫോർ എ വാക്ക്. അവൻ വളരെ എക്സൈറ്റഡ് ആയി. ആൻഡ് ഹി ഗോട്ട് വെരി എക്സൈറ്റഡ്. ഹി വാസ് വെരി എക്സൈറ്റഡ് അല്ല, ഹി ഗോട്ട് വെരി എക്സൈറ്റഡ്. ഹി വാസ് വെരി എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ്. എക്സൈറ്റഡ് ആയി എന്ന് പറയാൻ ഗോട്ട് വെരി എക്സൈറ്റഡ് എന്നാണ് പറയാം. ഡ്യൂക്ക് തോട്ട് ദാറ്റ് ദേ വർ ഗോയിങ് ഫോർ എ വാക്ക്. അവർ നടക്കാൻ പോവുകയായിരുന്നു എന്ന് ഡ്യൂക്ക് കരുതി. ആൻഡ് ഗോട്ട് വെരി എക്സൈറ്റഡ്. വളരെ എക്സൈറ്റഡ് ആവുകയും ചെയ്തു. ഇത് കണ്ട്, സീയിങ് ദിസ്, ഇത് കണ്ടുകൊണ്ട് ഹൂപ്പർ മാർസിയോട് അയാളെ എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെട്ടു. സീയിങ് ദിസ് ഹൂപ്പർ ആസ്ക്ഡ് മാർസി ടു ഹെൽപ്പ് ഹിം സ്റ്റാൻഡ് അപ്പ്. സീയിങ് ദിസ് ഹൂപ്പർ ആസ്ക്ഡ് മാർസി, മാർസിയോട് ആവശ്യപ്പെട്ടു. ടു ഹെൽപ്പ് ഹിം സ്റ്റാൻഡ് അപ്പ്, എഴുന്നേറ്റ് നിൽക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ടു ഹെൽപ്പ് ഹിം സ്റ്റാൻഡ് അപ്പ്. ആ ലീഷ് തന്റെ ഇടത് കൈയിൽ പിടിച്ച് അയാൾ മുന്നോട്ടാഞ്ഞു. He held the leash in his left hand and leaned forward. അയാളെ ഒന്ന് മുന്നോട്ട് ആഞ്ഞു. He held the leash in his left hand and leaned forward. Leaned എന്ന് പറയുമ്പോൾ മുന്നോട്ടൊന്ന് ചെരിയ. He held the leash in his left hand. Held എന്ന് പറഞ്ഞാൽ പിടിച്ചു. അയാളുടെ ഇടത് കൈയിൽ. ആ കൈയാണ് പാരലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. അയാൾക്ക് ഫിസിയോതെറാപ്പി എല്ലാം കഴിഞ്ഞ് അല്പം മൂവ്മെന്റ് ഉണ്ടായിരുന്നു ആ കയ്യിൽ. He held the leash in his left hand and leaned forward. ഡ്യൂക്ക് ആ ലീഷ് ടൈറ്റായി വലിച്ചു. പെട്ടെന്ന് ഡ്യൂക്ക് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡ്യൂക്ക് നേരെ മുന്നോട്ട് പോയി. അപ്പോൾ ആ ലീഷ് ടൈറ്റായി അവൻ മുന്നോട്ട് അത് വലിച്ചു.
ഡ്യൂക്ക് പുൾഡ് ദ ലീഷ് ടൈറ്റ് ആൻഡ് ഹൂപ്പർ ഫെൽ. ഹൂപ്പർ വീണുപോയി, കാരണം അയാൾക്ക് അതിനുള്ള ബലം ഉണ്ടായിരുന്നില്ല. ഡ്യൂക്ക് പുൾഡ് ദ ലീഷ് ടൈറ്റ്. ഒരറ്റം ഹൂപ്പർ പിടിച്ച സമയത്ത് അവന്റെ കഴുത്തിൽ മറ്റേ അറ്റം ഉണ്ടായിരുന്നല്ലോ, അവൻ നേരെ മുന്നോട്ട് പോയി. അപ്പൊ ആ ലീഷ് അത് ടൈറ്റായി. ആ സമയത്ത് ഹൂപ്പർ വീണു. ഡ്യൂക്ക് പുൾഡ് ദ ലീഷ് ടൈറ്റ് ആൻഡ് ഹൂപ്പർ ഫെൽ. 3 പ്രാവശ്യം ഹൂപ്പർ ഇത് ചെയ്തു. ഹൂപ്പർ വീണ്ടും ട്രൈ ചെയ്തു. ഹൂപ്പർ ട്രൈഡ് ദിസ് 3 ടൈംസ് അല്ലെങ്കിൽ ത്രൈസ്. ഹൂപ്പർ ട്രൈഡ് ദിസ് 3 ടൈംസ്. പിന്നെ അയാൾ തളർന്ന് വീൽ ചെയറിൽ തന്നെ ഇരുന്നു. ആൻഡ് കൊളാപ്സ്ഡ് ഇൻ ടു ഹിസ് വീൽ ചെയർ. കൊളാപ്സ് എന്ന് പറയുമ്പോൾ തളർന്നു വീണു എന്നർത്ഥം. ഹൂപ്പർ ഡിഡ് ദിസ് ത്രൈസ്. 3 തവണ ചെയ്തു. ആൻഡ് ദെൻ കൊളാപ്സ്ഡ് ഇൻ ടു ഹിസ് വീൽ ചെയർ. അയാൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല. ഡ്യൂക്ക് ആ ലീഷ് പിടിച്ച് വലിക്കും, അപ്പോൾ അയാൾ വീഴും. 3 തവണ അത് ചെയ്തു. പിന്നെ അയാളുടെ വീൽ ചെയറിൽ തളർന്നിരുന്നു. ആൻഡ് കൊളാപ്സ്ഡ് ഇൻ ടു ഹിസ് വീൽ ചെയർ. അടുത്ത ദിവസം ഡ്യൂക്ക് വീണ്ടും തന്റെ മാസ്റ്ററെ എഴുന്നേൽക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ദ നെക്സ്റ്റ് ഡേ ഡ്യൂക്ക് അഗെയിൻ എൻകറേജ്ഡ് ഹിസ് മാസ്റ്റർ ടു ഗെറ്റ് അപ്പ്. ദ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഡ്യൂക്ക് ദ ഡോഗ് അഗെയിൻ എൻകറേജ്ഡ് ഹിസ് മാസ്റ്റർ ടു ഗെറ്റ് അപ്പ്. ലീഷ് കയ്യിൽ പിടിച്ച് ഹൂപ്പർ എഴുന്നേറ്റ് നിന്നപ്പോൾ ഡ്യൂക്ക് അത് മുന്നോട്ട് വലിച്ചു. വെൻ ഹൂപ്പർ സ്റ്റുഡ് അപ്പ് വിത്ത് ദ ലീഷ് ഇൻ ഹിസ് ഹാൻഡ്. ഹൂപ്പർ എഴുന്നേറ്റ് നിന്നപ്പോൾ, അത് മറ്റൊരാളുടെ സഹായത്തോടെയാണ്. വെൻ ഹൂപ്പർ സ്റ്റുഡ് അപ്പ് വിത്ത് ദ ലീഷ് ഇൻ ഹിസ് ഹാൻഡ് ഡ്യൂക്ക് പുൾഡ് ഇറ്റ് ടൈറ്റ്. ഡ്യൂക്ക് അത് മുന്നോട്ട് വലിച്ചു. വെൻ ഹൂപ്പർ സ്റ്റുഡ് അപ്പ് വിത്ത് ദ ലീഷ് ഇൻ ഹിസ് ഹാൻഡ്, കയ്യിൽ പിടിച്ചു നിന്നപ്പോൾ ദ ഡോഗ് പുൾഡ് ഇറ്റ് ടൈറ്റ്ലി അല്ലെങ്കിൽ ടൈറ്റ്, അത് നന്നായി മുന്നിലേക്ക് വലിച്ചു. അന്ന് അവർ 4 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. That day they took 4 steps. They took 4 steps that day. ഈ ഡോഗ് ഈ ലീഷ് പിടിച്ച് വലിക്കുമ്പോൾ ഇയാൾക്ക് കുറച്ചൊരു ബലം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാളുടെ ഒരു ലെഗ് പാരലൈസ്ഡ് ആണ്. അയാള് അല്പം ബുദ്ധിമുട്ടി 4 സ്റ്റെപ്പ് അങ്ങനെയാണ് വെക്കുന്നത്. They took 4 steps that day. 2 ആഴ്ച അവർ ഇത് തുടർന്നു. This continued for 2 weeks. അവസാനം അവർ ഫ്രണ്ട് പോർച്ച് വരെ എത്തി. ഓരോ ദിവസവും അവർ വെക്കുന്ന സ്റ്റെപ്സിന്റെ എണ്ണം കൂടി അവസാനം ഫ്രണ്ട് പോർച്ച് വരെ അവരെത്തി. This continued for 2 weeks and finally they reached the front porch. ഫ്രണ്ട് പോർച്ച് വരെ എത്തി. അധികം താമസിയാതെ, ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ്. ഷോർട്ട്ലി എന്ന് പറയുമ്പോൾ ചെറിയൊരു പീരീഡ് ഓഫ് ടൈം ആണ്. ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് 2 പേരും കൂടി ചെറിയ ദൂരം എന്നും നടക്കാൻ പോവാൻ തുടങ്ങി. They started going for short walks every day. ഷോർട്ട്ലി ആഫ്റ്റർവേർഡ്സ് they അല്ലെങ്കിൽ the pair, ആ ജോഡി, they started going for short walks every day. എന്നും നടക്കാൻ പോവാൻ തുടങ്ങി. ലീഷിന്റെ ഒരറ്റം ഹൂപ്പർ പിടിക്കും. ഹൂപ്പർ വുഡ് ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ ലീഷ്. മറ്റേ അറ്റം ഡ്യൂക്ക് മുന്നോട്ട് വലിക്കും. ആൻഡ് ഡ്യൂക്ക് വുഡ് പുൾ ദ അതർ എൻഡ്. ഹൂപ്പർ വുഡ് ഹോൾഡ് വൺ എൻഡ് ഓഫ് ദ ലീഷ് ആൻഡ് ഡ്യൂക്ക് വുഡ് പുൾ ഇറ്റ് ടൈറ്റ്ലി. ഡ്യൂക്ക് അത് മുന്നോട്ട് വലിക്കും. ഡ്യൂക്ക് വുഡ് പുൾ ദ അതർ എൻഡ്, അത് അവന്റെ കഴുത്തിലാണ്. ഹൂപ്പർ ഒരു കയ്യിൽ പിടിക്കും, അതിന്റെ ഒരറ്റം, മറ്റേ അറ്റം അവൻ മുന്നോട്ട് വലിക്കും. അവൻ അയാളെ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു അത്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വാസ് പുള്ളിങ് ഹിം അലോങ് ദ റോഡ്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വാസ് പുള്ളിങ് ഹിം അലോങ് ദ റോഡ്. റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന പോലെയായിരുന്നു. ആസ് ഇഫ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെയായിരുന്നു എന്ന് പറയാനാണ്. ആസ് ഇഫിന്റെയും ആസ്ദോയുടെയും യൂസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. ആ ഡോഗ് ആ ലീഷ് പിടിച്ച് മുന്നോട്ട് വലിക്കുന്ന ആ ഒരു ബലത്തിലാണ് ഇയാൾ നടക്കുന്നത്. അധികം താമസിയാതെ ഹൂപ്പർ നല്ല പുരോഗതി നേടാൻ തുടങ്ങി. സൂൺ ഹൂപ്പർ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. സൂൺ ഹൂപ്പർ സ്റ്റാർട്ടഡ് മേക്കിംഗ് ഗുഡ് പ്രോഗ്രസ്. പലപ്പോഴും അയാൾ എവിടെയെങ്കിലും തട്ടിവിടും. എവിടെയെങ്കിലും തട്ടി വീഴുന്നതിന് നമ്മൾ പറയുന്നതാണ് ട്രിപ്പ് ആൻഡ് ഫോൾ. ഓഫൺ ഹി വുഡ് ട്രിപ്പ് ആൻഡ് ഫോൾ. പലപ്പോഴും അയാൾ തട്ടി വീഴും. ഹൂപ്പർ വുഡ് ഓഫൺ ട്രിപ്പ് ആൻഡ് ഫോൾ. ഒരു പോസ്റ്റ് പോലെ ഡ്യൂക്ക് അനങ്ങാതെ നിൽക്കും, ഹൂപ്പർക്ക് എഴുന്നേൽക്കാൻ സഹായിക്കാനായി. ഇയാൾ വീഴുമ്പോൾ ഡ്യൂക്ക് വുഡ് സ്റ്റാൻഡ് സ്റ്റിൽ ആസ് എ പോസ്റ്റ് അല്ലെങ്കിൽ ലൈക്ക് എ പോസ്റ്റ് ടു ഹെൽപ്പ് ഹിസ് മാസ്റ്റർ ഗെറ്റ് അപ്പ്. മാസ്റ്ററെ എഴുന്നേൽക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി അനങ്ങാതെ ആ ഡോഗ് അവിടെ തന്നെ നിൽക്കും. ഡ്യൂക്ക് വുഡ് സ്റ്റാൻഡ് സ്റ്റിൽ. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കുക. ആസ് എ പോസ്റ്റ്, ഒരു പോസ്റ്റ് പോലെ, ഒരു കാലുപോലെ. ടു ഹെൽപ്പ് ഹിസ് മാസ്റ്റർ ഗെറ്റ് അപ്പ്, അവന്റെ മാസ്റ്ററെ എഴുന്നേൽക്കാൻ സഹായിക്കുന്നതിന് വേണ്ടി. 13 മാസങ്ങൾക്ക് ശേഷം ഹൂപ്പർ മുഴുവൻ സമയവും ജോലി ചെയ്യാൻ തുടങ്ങി. ഇയാൾ നല്ല പ്രോഗ്രസ് വരുത്തി. ഇയാൾക്ക് അപ്പോഴും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇയാൾക്ക് ഇപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യാനായി. ആഫ്റ്റർ 13 months ഹൂപ്പർ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫുൾ ടൈം അല്ലെങ്കിൽ ഫുൾ ഡേയ്സ്. ആഫ്റ്റർ 13 months ഹൂപ്പർ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫുൾ ഡേയ്സ്.
നടക്കാൻ അയാൾക്ക് ഇപ്പോഴും ഡ്യൂക്ക് ആ ലീഷ് പിടിച്ചു വലിക്കണമായിരുന്നു. ഇപ്പോഴും അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹി സ്റ്റിൽ ഹാഡ് ഡിഫിക്കൽട്ടി വാക്കിംഗ്. നമുക്കൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഹാവ് ഡിഫിക്കൽട്ടി. അതിനുശേഷം ING ഫോം വേണം ഉപയോഗിക്കാൻ. ഹി സ്റ്റിൽ ഹാഡ് ഡിഫിക്കൽട്ടി വാക്കിംഗ് ആൻഡ് നീഡഡ്, ആവശ്യമുണ്ടായിരുന്നു, ഡ്യൂക്ക് ടു പുൾ ദ ലീഷ്. ഹി സ്റ്റിൽ ഹാഡ് ഡിഫിക്കൽട്ടി വാക്കിംഗ് ആൻഡ് നീഡഡ് ഡ്യൂക്ക് ടു പുൾ ദ ലീഷ്. അപ്പോഴും ആ ലീഷ് പിടിച്ച് അവൻ വലിക്കുമ്പോഴാണ് അയാൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. നിർഭാഗ്യവശാൽ അവർക്ക് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു രാത്രിയിൽ ഡ്യൂക്കിന് മേലൊരു കാർ കയറി. അൺഫോർച്ചുനേറ്റ്ലി വൺ നൈറ്റ് വെൻ ദേ ഹാഡ് വിസിറ്റേഴ്സ് ഡ്യൂക്ക് വാസ് റൺ ഓവർ ബൈ എ കാർ. Unfortunately, one night when they had visitors, Duke was run over by a car. ഒരു കാറ് അവന്റെ മേൽ കയറി. മാർസി അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മാർസി ഇമ്മീഡിയറ്റ്ലി ടുക്ക് ഹിം ടു അനിമൽ ഹോസ്പിറ്റൽ. മാർസി ഇമ്മീഡിയറ്റ്ലി ടുക്ക് ഹിം അല്ലെങ്കിൽ റഷ്ഡ് ഹിം. ഒരു അപകടം പറ്റിയ ഒരാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് റഷ്ഡ്. മാർസി ഇമ്മീഡിയറ്റ്ലി റഷ്ഡ് ഹിം ടു ദ അനിമൽ ഹോസ്പിറ്റൽ. അവിടേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. അടുത്ത ദിവസം 11 മണിവരെ അവൻ പിടിച്ചു നിന്നു. അവന്റെ ജീവൻ അതുവരെ നിന്നു. ഇവിടെ നമുക്കൊരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കാം. ഡ്യൂക്ക് മെയ്ഡ് ഇറ്റ്, അതായത് അതുവരെ അവൻ സർവൈവ് ചെയ്തു. ഡ്യൂക്ക് മെയ്ഡ് ഇറ്റ് അണ്ടിൽ 11 AM നെക്സ്റ്റ് മോർണിംഗ്. ഡ്യൂക്ക് മെയ്ഡ് ഇറ്റ് അണ്ടിൽ 11 AM. അണ്ടിൽ എന്ന് പറയുമ്പോൾ അതുവരെ. അണ്ടിൽ 11 AM നെക്സ്റ്റ് മോർണിംഗ്. പക്ഷെ അവന്റെ പരിക്കുകൾ ഗൗരവമുള്ളതായിരുന്നു. ബട്ട് ഹിസ് ഇഞ്ചുറീസ് വർ ഫേറ്റൽ. ഫേറ്റൽ എന്ന് പറയുമ്പോൾ മരണകാരണം ആയേക്കാം എന്നാണ്. ഡ്യൂക്ക് മെയ്ഡ് ഇറ്റ് അണ്ടിൽ 11 o'clock നെക്സ്റ്റ് മോർണിംഗ്. അടുത്ത ദിവസം രാവിലെ 11 മണി വരെ അവന്റെ ജീവൻ ഉണ്ടായിരുന്നു. ഹി മെയ്ഡ് ഇറ്റ്. ബട്ട് ഹിസ് ഇഞ്ചുറീസ് വർ ഫേറ്റൽ അല്ലെങ്കിൽ ഡെഡ്ലി എന്ന് പറയാം. ഫേറ്റൽ ആയാലും ഡെഡ്ലി ആയാലും മരണത്തിന് കാരണമായേക്കാം എന്നതാണ്. അവൻ പോയതിനു ശേഷം ഹൂപ്പർ എന്നും തനിച്ച് നടക്കാൻ തുടങ്ങി. ആഫ്റ്റർ ഹി വാസ് ഗോൺ, ആഫ്റ്റർ ഹി ഡൈഡ്. ആഫ്റ്റർ ഹി വാസ് ഗോൺ ഹൂപ്പർ വാക്ക്ഡ് അലോൺ എവറി ഡേ. എല്ലാ ദിവസവും അയാൾ തനിച്ച് നടക്കും. ഡേ ആഫ്റ്റർ ഡേ, ഓരോ ദിവസവും അയാൾ നടക്കാൻ പോകും. അയാൾക്ക് തനിച്ച് എത്ര ദൂരം പോവാനും ആവുമെന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു. പീപ്പിൾ വണ്ടേർഡ് ഹൗ ഫാർ ഹി വുഡ് ഗോ അലോൺ. പീപ്പിൾ വണ്ടേർഡ് ഹൗ ഫാർ ഹി വുഡ് ഗോ അലോൺ അല്ലെങ്കിൽ ഹി വുഡ് ബി ഏബിൾ ടു ഗോ അലോൺ. തനിച്ച് എത്ര ദൂരം പോവാൻ അയാൾക്ക് സാധിക്കുമെന്ന് ഇയാൾ നടക്കുന്നത്, വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു. പക്ഷെ ഹൂപ്പർ തോറ്റു കൊടുത്തില്ല. ബട്ട് ഹൂപ്പർ ഡിഡിൻ ഗീവ് അപ്പ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കാം. ബട്ട് ഹൂപ്പർ പെർസിസ്റ്റഡ്. പെർസിസ്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു എന്നർത്ഥം. ബട്ട് ഹൂപ്പർ പെർസിസ്റ്റഡ്. അയാൾ തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. അയാൾ പിന്നെയും ഡ്യൂക്ക് പോയതിനു ശേഷവും അയാൾ നടക്കാൻ പോകുമായിരുന്നു. താൻ നടന്നു കാണാൻ ഡ്യൂക്ക് എത്ര ആഗ്രഹിച്ചിരുന്നു എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഹി ന്യൂ ഹൗ മച്ച് ഡ്യൂക്ക് വാണ്ടഡ് ടു സീ ഹിം വാക്ക് അഗെയിൻ. He knew how much Duke wanted to see him walk. അയാൾ നടന്നു കാണാൻ ഡ്യൂക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് അയാൾക്ക് അറിയാമായിരുന്നു. ഓരോ ജീവനും അതിൻ്റെതായ ഒരു ദൗത്യമുണ്ട്. എവറി സോൾ ഈസ് ഓൺ എ മിഷൻ. ദൗത്യമാണ് മിഷൻ. എവറി സോൾ അല്ലെങ്കിൽ എവറി ലൈഫ് ഈസ് ഓൺ എ മിഷൻ. ഡ്യൂക്കിൻ്റേത് ഒരു പക്ഷേ ഹൂപ്പറെ തൻ്റെ കാലിൽ നിൽക്കാൻ സഹായിക്കുക എന്നതായിരിക്കണം. ഫോർ ഡ്യൂക്ക്, ഡ്യൂക്കിന് For Duke, it probably was to help Hooper stand on his feet. Stand on his feet എന്ന് പറയുമ്പോൾ അയാളുടെ കാലിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുക. അത് നേടിക്കഴിഞ്ഞപ്പോൾ when it was accomplished, അവൻ ബഹളങ്ങളില്ലാതെ മടങ്ങിപ്പോയി. He left quietly. When it was accomplished അല്ലെങ്കിൽ once it was accomplished, he left quietly. അവൻ തിരിച്ചുപോയി. Once he accomplished it, അങ്ങനെയും പറയാം. ആക്റ്റീവ് വോയിസിലാവുമ്പോൾ അങ്ങനെ പറയാം. He returned quietly. അവൻ മടങ്ങിപ്പോയി, തിരിച്ചുപോയി. ഞാൻ പറഞ്ഞപ്പോൾ ഈ സ്റ്റോറിയിലെ ഇമോഷൻ എത്ര നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നറിയില്ല. ഡ്യൂക്ക് വളരെ ഫേമസ് ആണ്. ഇത് സ്റ്റോറി അല്ല, റിയൽ ഇൻസിഡന്റ് തന്നെയാണ്. ഈ പേരിൽ എ ഡോഗ് നെയ്മഡ് ഡ്യൂക്ക് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈൻ സെർച്ച് ചെയ്താൽ അത് കാണാൻ സാധിക്കും. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമുക്ക് ഉപയോഗിക്കാവുന്ന കുറേ ഫ്രേസൽ വേർഡ്സ് അതെല്ലാം ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.